ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിൽ എന്താ ഫോഗ് മൊത്തത്തിൽ കോട ഇറങ്ങി ഇങ്ങനെ വരുവാണ്. കേരളത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരണം. അപ്പോൾ വേണ്ടേ അണച്ചു ഷത്ത്. അധികം ആരും ഈ സുൽത്താൻ ബത്തേരിയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നടന്ന് കയറി വരാനാണെങ്കിൽ. ഈ ഒരു സ്ഥലം കുറുമ്പലക്കാട് വ്യൂ പോയിന്റ് എന്ന് പറയും. താഴെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്താൽ ജീപ്പിൽ നിങ്ങൾക്ക് അവിടെ താഴെ ജീപ്പുണ്ട്, ജീപ്പിൽ കയറി വരാം. 300 രൂപയാണ് ജീപ്പിൻ്റെ ഫീസ്. തിരിച്ചിവിടുന്ന് നമ്മൾ റിട്ടേൺ കൊണ്ടുപോകണമെങ്കിൽ 200 രൂപയും കൂടെ കൊടുത്താൽ 500 രൂപയ്ക്ക് റിട്ടേണും പോകാം. നടന്നൊക്കെ കയറി വരാനുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കയറി വരാം. നമ്മളിപ്പോൾ നടന്നാണ് വന്നത് കുറച്ച് ദൂരം, 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നടന്ന് കയറി വരാനാണെങ്കിൽ. നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് കയറി വരാം. മേളിൽ ചെന്നാൽ നല്ല വ്യൂ പോയിൻ്റാണെന്ന് പറയുന്നത്. മേളിലെത്തിയിട്ടില്ല, മേളിലോട്ട് കയറാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഇല്ല കയറും. അപ്പോൾ അങ്ങനെ കൊള്ളാം കേട്ടോ. നല്ലൊരു വ്യൂ കാണാൻ ആഗ്രഹമുള്ളവർ രാവിലെ ഇറങ്ങും. കാര്യം നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, ഇപ്പോൾ 5:15 ആയി. ഒരു 5 മണിക്കൊക്കെ ഇറങ്ങാനാണെങ്കിൽ ഇവിടെ ഒരു 6 മണിയാകുമ്പം ഇതിൻ്റെ മേളിലെത്തണം. ഇപ്പം നമ്മൾ വരുമ്പോൾ 6:45 അപ്പോൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്ത് മുമ്പേ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത് അവർ. ജീപ്പ് എപ്പോഴും കിട്ടും. രാവിലെ വരുമ്പോൾ ജീപ്പിൽ വരുന്നതായിരിക്കും ബെറ്റർ. ഈ താഴെ നമ്മുടെ ജീപ്പ് ഒരു 200-250 മീറ്റർ താഴെ കൊണ്ടാണ് നമ്മൾ ഇറക്കി വിട്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരണം. അപ്പോൾ വേണ്ടേ അണച്ചു ഷത്ത്. പക്ഷെ കുറച്ച് പാടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ നടന്ന് കയറി വരുമ്പോഴേ കയറ്റമല്ലേ, പ്രത്യേകിച്ച് കല്ലിൻ്റെ മേളിൽ കൂടെ നടന്ന് കയറി വരണം. കുറച്ച് ടൈറ്റാണ്, പക്ഷേ എന്നാലും ഇതിൻ്റെ മേളിൽ വന്നാൽ നല്ലൊരു കയറിയതിനൊക്കെ നമുക്ക് പകരം വയ്ക്കാനില്ലാത്തൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് കൊള്ളാം. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് സത്യം പറയാം കുളിക്കാതെ ഇറങ്ങി പോരുമായിരുന്നു. ഇത് രാവിലെ 5 മണിക്കൊക്കെ കുളിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? നല്ല തണുപ്പ് എണീച്ച് കുളിക്കുന്നത് എങ്ങനെ? ചൂടുവെള്ളം ഉണ്ട്, എന്നാലും കുളിച്ചൊന്നുമില്ല. പല്ലും ബ്രഷ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോരുന്ന താഴെ നിന്നൊരു സുലൈമാനിയും കുടിച്ച് ഇങ്ങ് വിട്ടു. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കുറുമ്പാലക്കോട്ട വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി. നിങ്ങളെ ഈ സൂര്യ ഉദയം കാണിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത്. എന്തായാലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഉദിച്ച ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഒത്തിരി മിസ്സായി പോയി കേട്ടോ. ടൈമിൻ്റെ വില ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മൾ കാണാൻ വന്ന ആ ഉദയം നല്ല രീതിയിൽ കാണാൻ പറ്റിയില്ല. ഇനി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൽപ്പറ്റയിൽ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കൽപ്പറ്റയിലാണ് താമസിച്ചത്, അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഡിസ്റ്റൻസ് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. അവിടെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി വരാൻ ശ്രമിക്കുക. ഇത്രയും ക്രൗഡായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത്രയും നല്ലൊരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരിക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിൽ എന്താ ഫോഗ് മൊത്തത്തിൽ കോട ഇറങ്ങി ഇങ്ങനെ വരുവാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്ക്, ഫുള്ള് മഞ്ഞിറങ്ങി. നമ്മൾ വരുമ്പോൾ ഇത്രയൊന്നും മഞ്ഞില്ലായിരുന്നു. ഇപ്പം സമയം ഒരു 7:30 അപ്പോഴാണ് ഈ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നത്. എന്താ പറയുക,
ഇവിടെ നിന്നാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ ഇട്ടിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് തോന്നി. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കാറൊക്കെ അതിൻ്റെ മുകളിലോട്ട് കയറി പോകത്തില്ല. അപ്പോൾ കാറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് കയറി പോകാൻ നേരെ 40 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ജീപ്പിൽ 300 രൂപയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരിച്ചിങ്ങോട്ട് ഞങ്ങൾ ജീപ്പിൽ തന്നെ വന്നു. 500 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വയനാടിൽ, അതായത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അധികം ആരും ഈ സുൽത്താൻ ബത്തേരിയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജൈന ക്ഷേത്രമുണ്ട് ഇവിടെ. പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നിങ്ങൾ ഈ സുൽത്താൻ ബത്തേരിയിലൊക്കെ വരുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതിൽ കയറിയിട്ടുണ്ടോ, ഇവിടെ വന്ന് കണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾക്ക് എന്തായാലും ഇതൊന്ന് കാണാം. ഈ സുൽത്താൻ ബത്തേരിയിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളിവിടെ വരിക, ഈ ജൈന ക്ഷേത്രം കാണുക. വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കയറാൻ പറ്റുന്നില്ല, ക്യാമറ ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഇവിടെ എന്തൊക്കെയോ കോളേജ് പിള്ളേരൊക്കെ ഒത്തിരി വന്നിങ്ങനെ ഇരിക്കുകയും അതിൻ്റെ ഒരു ശല്യം കാരണം സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് വഴക്കായതുകൊണ്ട് ഇത് പൂട്ടിയിടാൻ വേണ്ടി പറഞ്ഞു സർക്കാർ. അതുകൊണ്ട് ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അകത്ത് കയറിയായിരുന്നെങ്കിൽ വളരെ നല്ല കാഴ്ചയായിരുന്നു കാണാനുണ്ടായിരുന്ന. കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്, താഴെയും കരിങ്കല്ലാണ്. അതുപോലെ കരിങ്കല്ലിലാണ് ഇത് മൊത്തം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സുൽത്താൻ ബത്തേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മീൻസ് വയനാടിന് കേരളത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ്. നമുക്ക് റോഡിൽ നോക്കി ഒരു പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ തുപ്പുന്നതോ അല്ലെ എന്തെങ്കിലും ചുരുട്ടി എറിയുന്നതോ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതോ ഒന്നും കാണാൻ കഴിയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആൾക്കാർ റോഡിൽ തുപ്പുന്നതിനും അതുപോലെ പേപ്പർ വലിച്ചെറിയുന്നതിനും എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തന്നെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? നമുക്ക് പബ്ലിക്കായിട്ടുള്ള ഒരു റോഡിൽ ആൾക്കാർ നടന്നു പോകുന്ന ഒരു റോഡിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അവർക്ക് അതിന് വേണ്ടുന്നത് ശിക്ഷകൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. കാര്യം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടത്തേക്ക് ആ സിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതുപോലാണ് ഇരിക്കുന്നത്, അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പണിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ സിറ്റികളും ഇതുപോലെ തന്നെ ഇരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയിരിക്കുന്നത് വിൽട്ടൺ റെസ്റ്റോറൻറ്റിലാണ്. ഈ റെസ്റ്റോറൻറ്റ് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. കാര്യം കയറിയപ്പോൾ തന്നെ ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറുമ്പം ഈ ഫിലിം സ്റ്റാറിൻ്റെ എല്ലാം ഫോട്ടോ വെച്ചിട്ട് അവരുടെ എല്ലാം ഈ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മീൻസ് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആംബിയൻസും ആ ഫുഡിൻ്റെ രീതികളും. സിദ്ധാർത്ഥിൻ്റെ ഉണ്ട്, ജയസൂര്യയുടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ ഫിലിം സ്റ്റാർ, സ്പോർട്സ് സ്റ്റാർ, നമ്മളുടെ പൊളിറ്റീഷ്യൻസ് എല്ലാവരുടെയും ഇങ്ങനെ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ആ പ്രിൻ്റ് എടുത്തിട്ട് അവരിങ്ങനെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിക്കും. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡ് ഞങ്ങളെല്ലാവരും ഡിഫറൻസ് ആയിട്ടുള്ള ഫുഡാണ് ഓർഡർ ചെയ്തത്. അമ്മ വെജിറ്റബിൾ ഊണ്, പിന്നെ ഇവർ കല്യാൺ ബിരിയാണി, അങ്ങനത്തെ ഒരു പേര് പറയുന്നത്, കുടുക്കാച്ചി ബിരിയാണി, അതുപോലെ തന്നെ ചട്ടിച്ചോറ്, ഇത്തരം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഡിഷസും കൂടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കഴിച്ചതിന് ശേഷം പറയാം. പക്ഷേ ആംബിയൻസ് ഭയങ്കര ആംബിയൻസാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എത്തി. നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കുടുക്കാച്ചി ബിരിയാണി. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ചട്ടിച്ചോറ് ഇത് കഴിച്ചിട്ടുണ്ട്, വേറെ ഇവിടെ നിന്നല്ല, ഈ ഹോട്ടലല്ല, വേറെ ഹോട്ടലിൽ. അതുപോലെ കല്യാൺ റൈസ്, അതും കഴിച്ചിട്ടില്ല. പൊതിച്ചോറ് പിന്നെ എപ്പോഴും കഴിക്കും. അമ്മയ്ക്ക് വെജാണ്, നോർമൽ പൊതിച്ചോറാണ്, വെജിറ്റബിൾ. എന്തൊക്കെയായാലും ഐറ്റം കഴിച്ച് നോക്കട്ടെ. ഓക്കെ, മതി. അഭിപ്രായമുണ്ട്. ഞാൻ ഈ പടത്തിലൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പാട്ടൊക്കെ കുടുക്കാച്ചി ബിരിയാണി കഴിച്ചേക്കണമെന്നൊക്കെ ചോദിച്ചത് ഇന്ന് അടിപൊളിയായി. ആംബിയൻസ് എക്സലൻ്റ്, ഒന്നും അല്ലാതെ എഴുതാനില്ല. ഇറ്റ് ഈസ് വെരി നൈസ്. പഴയകാല യാത്രകളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും കുതിരവണ്ടിയിൽ കയറിയ ഒരു യാത്ര. കയറി മുമ്പിലോട്ട് മുമ്പിൽ പോകും. ആമിക്ക് കുതിരവണ്ടിയിൽ കയറണം. അപ്പോൾ പിന്നെ കുതിരവണ്ടിയിൽ തന്നെ പോയാന്ന് വെച്ചു. ഇനി കയറി, ഇതിലേക്ക് കയറി.
200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റും. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുന്ന് ഒരു 200 മീറ്ററോളം ഉണ്ട് അല്ലേ? 200 മീറ്റർ ഉണ്ട് അല്ലേ? 1/2 കിലോമീറ്റർ ഉണ്ട്. 1/2 കിലോമീറ്റർ പോകാനായിട്ട് 200 രൂപ മാത്രമേ ഉള്ളൂ. വിസിറ്റ് അഗൈൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വയനാട് വിട്ടു. ഉറപ്പായിട്ടും ഇനിയും നമ്മൾ വിസിറ്റ് ചെയ്യും മാമ. കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും വരും. കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. ടൈമിൻ്റെ കുറച്ച് കുറവ് കാരണം കുറേ സ്ഥലങ്ങൾ മിസ് ചെയ്തു. അപ്പോൾ ആ മിസ് ചെയ്ത സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി വരും. ചുരം ഇറങ്ങാൻ പോവുകയാണ്. ചുരം ഇറങ്ങുന്നതിൻ്റെ ആ വ്യൂ കണ്ടോ? ആമിത സൈഡിലിരുന്ന് ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കുക. അങ്ങനെ